ആദ്യത്തെ കുട്ടിക്ക് 1.5 വയസ്സ്, രണ്ടാമത് ഇപ്പോൾ പ്രഗ്നന്റ് ആയി. ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഗർഭിണിയാണ്, സൂക്ഷിക്കണം, കൂടുതൽ ഭാരമൊന്നും എടുക്കില്ല. പക്ഷേ ആദ്യത്തെ കുട്ടി സമ്മതിക്കത്തില്ല. എല്ലാ ദിവസവും അവനെ തോളിലെടുത്തുകൊണ്ട് നടന്നേ പറ്റത്തുള്ളൂ. ഇത് ബുദ്ധിമുട്ടുണ്ടാക്കും. വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ളൊരു ചോദ്യമാണിത്. ഇതിന്റെ ഉത്തരം വളരെ സിമ്പിൾ ആണ്. നമ്മൾ രണ്ടാമത് ഒരു പ്രാവശ്യം പ്രഗ്നന്റ് ആയി കഴിയുമ്പോൾ ഒബ്വിയസ്ലി പ്രയോറിറ്റി ഷുഡ് ഗോസ് ടു ദി ബേബി ഇൻസൈഡ് ദ മോം. എന്ന് വെച്ച് നമ്മുടെ ആദ്യത്തെ പാർട്ടിയെ നമ്മൾ ഉപേക്ഷിക്കണമെന്നല്ല. നമ്മൾ ആ കുട്ടിയോട് പരമാവധി പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ദാറ്റ് അമ്മയ്ക്ക് അത്രയ്ക്ക് ആരോഗ്യമില്ല, അല്ലെങ്കിൽ അമ്മയ്ക്ക് ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് നിന്നെ എടുക്കാൻ പാടാണ്. ഡെഫിനറ്റ്ലി ഒരു പരിധി വരെ കുട്ടി അത് മനസ്സിലാക്കുന്നില്ലെങ്കിൽ ആ ലേഡിയുടെ സോഷ്യൽ സപ്പോർട്ട് സിസ്റ്റം ഷുഡ് ബി ഗുഡ് ഇനഫ് സോ ദാറ്റ് ആ ബേബിയെ ഹാൻഡിൽ ചെയ്യാൻ അവർക്ക് അവരുടെ ഹസ്ബൻഡിനോടോ അല്ലെങ്കിൽ അവരുടെ അമ്മമാരോടോ മദർ ലോസറോടോ സംസാരിക്കാം. ഒരു രണ്ടാമത്തെ ബേബി വന്നാൽ ഡെഫിനറ്റ്ലി നമ്മൾ ആദ്യത്തെ കുട്ടിയെ ഒരിക്കലും അവോയ്ഡ് ചെയ്യുക എന്നുള്ളൊരു കൺസെപ്റ്റിനേക്കാൾ ഉപരി ആ കുട്ടിയോടുള്ള മമത ഒരു വിധത്തിൽ കാണിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ പ്രഷ്യസ് ആയിട്ടുള്ള യൂട്രസിനകത്തുള്ള ബേബിയുടെ കെയറിന് പ്രയോറിറ്റി ഇച്ചിരി കൂടുതൽ കൊടുത്തു പോകുന്നത് തന്നെയായിരിക്കും എപ്പോഴും നല്ലത്. അതിനാണ് നമ്മൾ ഫാമിലി പ്ലാനിങ് വേണമെന്ന് പറയുന്നത്. ബിക്കോസ് ആദ്യത്തെ രണ്ടാമത്തെ കൊച്ചിനിടയ്ക്ക് മിനിമം ഒരു 3-4 വയസ്സ് പ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഈ പ്രോബ്ലം ഒരു നല്ല വിധത്തിൽ അവോയ്ഡ് ചെയ്തുകൂടെ.